ഹായ്, എൻ്റെ പേര് കാർത്തിക് എന്നാണ്. ഞാൻ 2021 ഡിസംബറിലാണ് റേസിൽ വന്ന് ജോയിൻ ചെയ്തത്. വീക്കെൻഡ് ബാച്ചിലാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വർക്കിംഗ് ഡേയ്സിൽ വരാൻ പറ്റാത്ത കാരണം 2 ദിവസം സാറ്റർഡേയും സൺഡേയും വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് വീക്കെൻഡിൽ റേസിൽ വന്ന് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊരു നെക്സ്റ്റ് ഇയർ ഒരു ഒക്ടോബർ വരെയും ഞാൻ റേസിൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയും ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുകയും ബാക്കി സ്പെയർ വരുന്ന ടൈം ലൈബ്രറിയിലോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ലാബിലോ പോയിരുന്ന് ആ സമയം യൂസ് ചെയ്ത് മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ ലൈബ്രറി തന്നെ ഇരുന്ന് ബാക്കി ഓൺലൈനായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ റെഫർ ചെയ്യുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. റേസിൽ വന്ന ശേഷം ഇതിപ്പം 3ാമത്തെ അപ്പോയിൻമെൻറ്റാണ് എനിക്ക് കിട്ടിയത്. ആദ്യം ഞാൻ CGL 22 ആദ്യം MTS 2021 ക്ലിയർ ചെയ്തു, പിന്നെ CGL 2022 ക്ലിയർ ചെയ്തു, പിന്നെ EPFO SSA 2023 കിട്ടി. ഇപ്പോൾ EPFOയിലാണ് ഞാൻ പ്രസൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേസിൽ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തത് മാത്സ് ആയിരുന്നു. അപ്പോൾ മാത്സ് എന്നെ പഠിപ്പിച്ച ധീരജ് സാറും എന്നെ പഠിപ്പിച്ചതാണ്. മെൻറ്റേഴ്സായിട്ട് അരുൺ ചേട്ടൻ, നന്ദു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഹെൽപ്പൊക്കെ എനിക്ക് ആ സമയത്ത് ഒത്തിരി എഫക്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഓൾറെഡി മാത്സിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു, പക്ഷേ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതെങ്ങനെ ആ ചെറിയൊരു ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കണമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഫാക്ടറായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വന്ന ക്ലാസ്സും മെൻറ്റർഷിപ്പും കൊണ്ട് അത് നല്ല രീതിയിൽ ബെറ്റർ ചെയ്യാൻ സാധിച്ചു. പിന്നെ ബാക്കി വരുന്ന ഇനിയുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ഞാൻ ആദ്യത്തെ CGL എഴുതുന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ ജോബിൽ നിന്ന്. എനിക്ക് ഹാർഡ്ലി ഒരു 20 ദിവസം മാത്രമേ CGL പ്രിലിംസിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ അന്ന് ഞാൻ ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ അറൗണ്ട് 50 മോക്ക് ടെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ആ പ്രിലിംസ് വന്നപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാനും കറക്റ്റായിട്ട് എക്സാം എഴുതാനും അന്ന് തന്നെ ആദ്യമായിട്ട് ഞാൻ എഴുതിയ CGL തന്നെ ക്ലിയറായ ഒരു പോസ്റ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്തത് അത്രയും പ്രാക്ടീസാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും ഒരു വീക്ക് സബ്ജക്റ്റ് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം, ചെറുതായിട്ടെങ്കിലും മറന്നു പോകുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് മിസ്സായി പോകുന്ന ചില സാധനങ്ങളുണ്ടാവും. അപ്പം അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ് നമുക്ക് എപ്പോഴും. ഒരു എക്സാം ഒരിക്കൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് റൈസ്.